നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് രേവതി നക്ഷത്രത്തെക്കുറിച്ചാണ്. രേവതി നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളും മീനം രാശിയിലാണ്. വ്യാഴമാണ് രാശ്യാധിപൻ. 1-ാം പാദത്തിൽ ജനിച്ചവർ നല്ല ഉത്സാഹശാലികളായിരിക്കും. ഏതെങ്കിലും ലക്ഷ്യത്തെ മുൻനിർത്തി കാര്യനിർവഹണം ചെയ്യാൻ സമർത്ഥരായിരിക്കും. 2-ാം പാദത്തിൽ ജനിച്ചവർ പ്രായോഗികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ജീവിതത്തിൽ പ്രയോഗത്തിൽ വരുത്താൻ പറ്റുന്ന കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും ചെയ്യും. 3-ാം പാദത്തിൽ ജനിച്ചവർ പരോപകാരത്തിൽ തൽപരരായിരിക്കും. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കുന്നവരായിരിക്കും. 4-ാം പാദത്തിൽ ജനിച്ചവർ വ്യക്തമായ കാഴ്ചപ്പാടുകളെ മുൻനിർത്തി ജീവിക്കുന്നവരായിരിക്കും. പൊതുവെ രേവതി നക്ഷത്രക്കാർ സത്യസന്ധതയും ആത്മാർത്ഥതയും തുളുമ്പി നിൽക്കുന്നവരായിരിക്കും. സുഹൃത്ത് ബന്ധങ്ങൾ കൂടുതൽ ഉണ്ടാകുമെങ്കിലും ആത്മാർത്ഥ സുഹൃത്തുക്കൾ കുറവായിരിക്കും. എന്നാൽ മുൻകോപം ഉള്ളതുമൂലം പല വിധത്തിലുള്ള പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരും. പിറന്ന നാടും വീടും വിട്ട് അന്യദേശത്ത് പോകേണ്ടി വരും. പുരാണത്തിലെ കഥാപാത്രമായ രാവണൻ രേവതി നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് പറയുന്നു. അതിനാൽ രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാജതുല്യമായ ജീവിത സാഹചര്യം ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ദുഷ്കർമ്മം ചെയ്ത് സ്വന്തം ജീവിതം നശിപ്പിച്ചവനാണ് രാവണൻ, വിശേഷിച്ച് സ്ത്രീദോഷം മൂലം. അതിനാൽ സ്ത്രീകൾ മൂലം നാശം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം സ്ത്രീകളെ ബഹുമാനിക്കാനും സംരക്ഷിക്കാനുമുള്ള അറിവ് ആൺകുട്ടികൾക്ക് രക്ഷിതാക്കൾ പകർന്നു നൽകുന്നത് നല്ലതാണ്. അതുപോലെ സഹോദരിയായ ശൂർപ്പണഖ മൂലമാണ് രാവണന് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അതിനാൽ ആൺകുട്ടികൾക്ക് സഹോദരിമാർ നിമിത്തമായും പ്രശ്നങ്ങൾ ഉണ്ടാകാം. പരമശിവനെ ആത്മാർത്ഥമായി ആരാധിക്കുകയും ആ ശക്തിയിൽ എനിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന അന്ധമായ വിശ്വാസവുമാണ് രാവണന് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ അമിതമായ വിശ്വാസത്തിൽ നിന്നാണ് രാവണന് പണി കിട്ടുന്നത്. അതിനാൽ രേവതി നക്ഷത്രക്കാർ അമിതമായി ആത്മവിശ്വാസം നേടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ രാവണൻ പണ്ഡിതശ്രേഷ്ഠനും സർവായുധ വിദ്യകളിൽ സമർത്ഥനും ആയിരുന്നു. അതുകൊണ്ട് തന്നെ രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒന്നിലധികം മേഖലകളിൽ ശോഭിക്കുവാൻ കഴിയും. അവർക്ക് മൾട്ടി ടാലന്റ് ഉണ്ടാകും. രാജ്യത്തിന് വേണ്ടിയോ ലോകത്തിനു വേണ്ടിയോ എന്തെങ്കിലും ചെയ്യാൻ സമർത്ഥരായിരിക്കും. അങ്ങനെ രാവണന്റെ സ്വഭാവത്തെ വിശകലനം ചെയ്തു തന്നെ രേവതി നക്ഷത്രത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും വിശകലനം ചെയ്യാൻ പറ്റും. അനുകൂലമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നല്ല ബുദ്ധിശക്തിയും പാണ്ഡിത്യവും സാമർഥ്യവും കർമ്മകുശലതയും ഉണ്ടാകും. ഉള്ളിൽ നിഷ്കളങ്കതയും മറവില്ലാതെ കാര്യങ്ങൾ പറയുകയും ചെയ്യും. നല്ല പോരാളികളായിരിക്കും. കടൽ, കപ്പൽ, വഞ്ചി, ബോട്ട് എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. നല്ല ആത്മബലം ഉള്ളവരായിരിക്കും. എല്ലാ കാര്യങ്ങളും നല്ല പ്ലാനിങ്ങോടെ ചെയ്യും. ഷെയർ മാർക്കറ്റിൽ നിന്നോ ലോട്ടറിയിൽ നിന്നോ പെട്ടെന്നുള്ള ഐശ്വര്യങ്ങൾ വന്നുചേരാം. സ്ഥിരമായി ജോലി ചെയ്യുന്നവരാണ്. 2 പേരുകളിൽ അറിയപ്പെടും. ആത്മീയമായി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. വയസ്സായാലും പഠിച്ചുകൊണ്ടിരിക്കും. ആഡംബരത്തോട് വളരെയധികം താല്പര്യമുണ്ടാകും. സെന്റ്, സ്പ്രേ എന്നിവയോട് താല്പര്യമുണ്ടാകുകയും വലിയ വീടിനോടും വലിയ വാഹനത്തോടും അമിതമായ താല്പര്യവും ഉണ്ടാകും.
വയസ്സായാലും ശരീരത്തിന് പ്രായം തോന്നിക്കില്ല. ആയുർവേദത്തോട് താല്പര്യം കാണിക്കുന്നു. സ്വന്തമായി സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹം എപ്പോഴും ഉണ്ടാകും. മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യും. കുട്ടികളോട് കൂടുതൽ ഇഷ്ടം കാണിക്കും. നല്ല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. എല്ലാ നക്ഷത്രങ്ങൾക്കും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞല്ലോ. അതുപോലെ രേവതി നക്ഷത്രത്തിൽ കണ്ടുവരുന്ന പ്രധാന ദോഷാനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മറ്റൊരാളുടെ കീഴിൽ നിന്ന് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടാകില്ല. മറ്റുള്ളവരെ അംഗീകരിക്കില്ല. സഹനശക്തി കുറവായിരിക്കും. ആരെയും വിശ്വസിക്കുകയുമില്ല, ഉൾക്കൊള്ളുകയുമില്ല. വളരെയധികം മുൻകോപം, പിടിവാശി എന്നിവ ഉണ്ടാകും. വയർ, ഞരമ്പ്, കാൽനഖം, ഇടത് കണ്ണ് എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളും ചെറുപ്പത്തിൽ കഫക്കെട്ട് മൂലം പ്രശ്നങ്ങളും ഉണ്ടാകും. ശത്രുക്കൾ കൂടുതലായിരിക്കും. അഹങ്കാരവും ഉണ്ടാകും. അധാർമിക മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ അപകടങ്ങൾ വരും. വിഷം ഏൽക്കേണ്ടി വരും. ബോധം കെട്ട് വീഴുന്ന സ്വഭാവം ഉണ്ടാകും. ചതിക്കുകയും ഒറ്റിക്കൊടുക്കുകയും ചെയ്യും. എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. കുടുംബത്തിലാണെങ്കിൽ ആത്മഹത്യ ചെയ്തവർ ഉണ്ടാകും. പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന സ്വഭാവം ഇവരിൽ കണ്ടുവരാറുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും തെളിവ് വേണം എന്ന് നിർബന്ധം ഉള്ളവരാണ്. കുടുംബത്തിൽ 2 വിവാഹം ചെയ്തവരും ഉണ്ടാകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്ന് ദോഷങ്ങൾ വരാം. മറ്റുള്ളവർക്ക് ഉപദേശം നൽകുമെങ്കിലും സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയില്ല. അമാനുഷികതയിൽ പേടിയുള്ളവരാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് പാപം കിട്ടും, ദൈവകോപമുണ്ടാകും, ശാപം ലഭിക്കും എന്നൊക്കെ പറയുമ്പോൾ പേടിയുണ്ടാകും. അനവസരത്തിൽ സംസാരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അച്ഛൻ്റെ സഹോദരനിൽ നിന്ന് സഹായങ്ങൾ കിട്ടാൻ പ്രയാസമായിരിക്കും. സ്വന്തക്കാരുമായി അധികം ബന്ധങ്ങൾ സ്ഥാപിക്കില്ല. ഉപദ്രവം ചെയ്യുന്നവർക്ക് സമർത്ഥമായി തന്നെ പണി തിരിച്ചു കൊടുക്കും. സംശയരോഗം ഉള്ളവരായിരിക്കും. അതിനാൽ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കൊടുത്തില്ലെങ്കിൽ കുറ്റങ്ങൾ ചെയ്താൽ കണ്ടുപിടിക്കും. ആയുർവേദ ചികിത്സയോട് താല്പര്യമുണ്ടെങ്കിലും വയസ്സുകാലത്ത് ശാരീരിക ശേഷി ഇല്ലായ്ക മൂലം അലോപ്പതി മരുന്ന് കഴിക്കേണ്ടി വരും. നന്നായി ആത്മാർത്ഥത കാണിക്കുക, അല്ലെങ്കിൽ ആത്മാർത്ഥത കാണിക്കാതിരിക്കുക. ഈ 2 സ്വഭാവങ്ങളും ഇവരിൽ പ്രകടമായി കാണാറുണ്ട്. ജോലിസ്ഥലത്ത് ആത്മാർത്ഥത കാണിക്കാത്തത് മൂലം പ്രശ്നങ്ങൾ അനുഭവിക്കാം. മിലിട്ടറി, പോലീസ്, കായികം, യൂണിഫോം ധരിക്കുന്ന ജോലികൾ, സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, രക്തപരിശോധന ലാബുകൾ, വാസ്തുശില്പി, പുരാവസ്തു ഗവേഷണം, ശാസ്ത്രജ്ഞൻ, രത്നവ്യാപാരം, വാച്ച് റിപ്പയർ എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നത് അഭിവൃദ്ധി നേടാൻ സഹായിക്കും. അതോടൊപ്പം കവി, ഹാസ്യനടൻ, ചിത്രകലാകാരൻ, മാധ്യമം, എഡിറ്റിംഗ് എന്നീ മേഖലകളിലും ശോഭിക്കാൻ സാധിക്കും. മുൻകോപം മാറ്റുക, പ്രവൃത്തിയിൽ വേഗത കുറയ്ക്കുക, പെട്ടെന്ന് പ്രതികരിക്കാതിരിക്കുക, പാട്ട് പാടുക, വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, മുരുകന്റെ കഥകൾ കേൾക്കുക, അറിവുകൾ നേടുക, രക്തദാനം ചെയ്യുക എന്നിവ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഇവർക്ക് ദോഷം ചെയ്യുന്ന നക്ഷത്രങ്ങൾ ഭരണി, രോഹിണി, തിരുവാതിര, പൂരം, അത്തം, ചോതി, പൂരാടം, തിരുവോണം, ചതയം എന്നിവയാണ്. ഇത്തരം നക്ഷത്രക്കാരുമായി ഇടപാടുകൾ ചെയ്യുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും ദോഷകരമായി മാറാം. ഇവർക്ക് ഗുണം ചെയ്യുന്ന നക്ഷത്രങ്ങൾ അശ്വതി, മകീരം, ഉത്രം, ചിത്തിര, വിശാഖം, തൃക്കേട്ട, മൂലം, അവിട്ടം, പൂരുരുട്ടാതി, ഉത്രട്ടാതി എന്നിവയാണ്. ഇത്തരം നക്ഷത്രക്കാരുമായി
ഇടപാടുകൾ നടത്തുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും ഗുണകരമായി മാറാം. ഗ്രഹനിലയിലെ ലഗ്നവും സൂര്യനും രേവതി നക്ഷത്രമായി നിന്നാലും ഈ സ്വഭാവ സവിശേഷതകൾ യോജിച്ചു വരുന്നതാണ്. ലഗ്നവും സൂര്യനും ഏത് നക്ഷത്രത്തിലാണ് എന്ന് അറിയാത്തവർക്ക് പേരും ജനന തീയതിയും ജനന സമയവും ജനന സ്ഥലവും ജില്ലയും കമന്റ് ചെയ്താൽ പറഞ്ഞു തരുന്നതാണ്. ഗ്രഹനിലയിലുള്ള ഗ്രഹയോഗങ്ങൾക്കനുസരിച്ച് സ്വഭാവങ്ങളിൽ ചില മാറ്റങ്ങൾ വരാം. വിശദമായി പരിശോധിച്ച് ദോഷങ്ങൾക്ക് യഥാവിധി പരിഹാരം ചെയ്യാവുന്നതാണ്. നമസ്കാരം.